നിരന്തരം വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്ന രാഹുൽ ഗാന്ധി ആവർത്തിച്ച് വിദേശത്തേക്ക് ക്ഷണിക്കുന്നവർ ആരാണ് എന്നുള്ളതിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. രംഗത്ത്. രാജ്യവിരുദ്ധത മാത്രം വിളിച്ചു കൂവുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഇരുട്ടിന്റെ മറവിൽ നിന്നും വെളിച്ചത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഒരു വേദിയും ലഭിക്കാത്ത രാഹുലിനെ വിദേശത്തേക്ക് ആവർത്തിച്ച് ക്ഷണിക്കുകയാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് എന്ന പട്ടം രാഹുൽ ഗാന്ധി സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്തിടെ തന്നെ മലേഷ്യ, കൊളംബിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ വിയറ്റ്നാമും സന്ദർശിച്ചു. വിദേശ സന്ദർശന വേളയിൽ രാഹുൽ ഏതെങ്കിലും ഭാരതവിരുദ്ധ വ്യക്തികളുടെ അതിഥിയാകുന്നതും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതും ഇപ്പോഴൊരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. രാഹുലിനെ വിദേശത്തേക്ക് ആവർത്തിച്ച് ക്ഷണിക്കുന്നവർ ആരാണ് എന്നത് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. ദേശീയ വക്താവ് സുധാംശു ത്രിവേദിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സന്ദർശനത്തിനിടെ നടത്തിയ രാജ്യവിരുദ്ധ പ്രസ്താവനകളിലൂടെ തന്നെ രാഹുൽ കുപ്രസിദ്ധനാവുകയാണ് എന്നും അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തന്റെ യാത്രകളിൽ ഇന്ത്യക്കെതിരെ വിഷം വിമർശിച്ചതിന് കുപ്രസിദ്ധനായി. മലേഷ്യ, കൊളംബിയ, ജർമ്മനി എന്നിവയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ വിയറ്റ്നാമിലേക്ക് പോയിരിക്കുന്നുവെന്നും ബി.ജെ.പി. എംപിയും പാർട്ടി ദേശീയ വക്താവുമായ സുധാംശു ത്രിവേദി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോയിലൂടെ പറഞ്ഞു. മുമ്പത്തെ പോലെ തന്നെ വിദേശ യാത്രകളിൽ രാജ്യം വീണ്ടും ഇന്ത്യ വിരുദ്ധ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെ കോൺഗ്രസ് ആകട്ടെ നാഥനില്ല കളരിയായി മാറുകയാണ്. കാരണം രാഹുൽ ആകട്ടെ അടിക്കടി ഇത്തരത്തിൽ വിദേശ യാത്രകൾ നടത്തുന്നതിനാൽ തന്നെ കോൺഗ്രസിനെ നയിക്കാൻ ഒരു നേതാവില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, നേതൃത്വത്തെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണമെന്ന ആവശ്യമടക്കം ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബി.ജെ.പിയുടെ വിമർശനത്തിന് ഇരയായിരിക്കുന്നത്. കേരളം, ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി തന്നെ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസം സ്ക്രീനിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ആസാമിലേക്കുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായി തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക വദ്രെ നിയമിച്ചു. പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അവിടെ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം തന്നെ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം മറ്റ് ചില വ്യക്തികൾ കൂടി അവരെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ കമാൻഡറായി തന്നെ മധുസൂദനൻ മിസ്ത്രിയെ നിയമിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മധുസൂദനനാകട്ടെ അധ്യക്ഷതയിൽ കേരളത്തിനായി തന്നെ രൂപീകരിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ മറ്റ് ചില വ്യക്തികൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാടിനും പുതുച്ചേരിയുടെയും ചുമതല ടി.എസ്. സിംഗ്ദേവിന് നൽകിയതായി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും അതിലെ മുഖ്യ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ഇതിനൊപ്പം ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത്. കാരണം അദ്ദേഹം ഇപ്പോഴും വിദേശ നാടുകളിൽ കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ രാജ്യവിരുദ്ധത മാത്രം പറയുന്നതിനായി അല്ലെങ്കിൽ വിളമ്പുന്നതിനായി തന്നെ വേദി ഒരുക്കുന്ന തിരക്കിലാണ് രാഹുൽ ഗാന്ധി എന്നതാണ് മറ്റൊരു ആക്ഷേപമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.